നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ സ്വയം സേവക സംഘം പേരാമ്പ്ര ഗ്രണ്ട് കാര്യാലയ ഗൃഹപ്രവേശനം ഞായറാഴ്ച നടന്നു. ദക്ഷിണ ക്ഷേത്രീയ സംഘ് ചാലക് ഡോക്ടർ വനിയ രാജൻ സമാജത്തിന് സമർപ്പിച്ചു. ഇന്നുവരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പേരാമ്പ്രയിലെ രാഷ്ട്രീയ സ്വയം സേവകരുടെ വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരം പൂവണിഞ്ഞു. ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ പേരാമ്പ്ര ശ്രീ എളമാരൻ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് പണി പൂർത്തീകരിച്ച കാര്യാലയ പ്രവേശന കർമ്മം ഞായറാഴ്ച പാലുകാച്ചലോടെ നടന്നു. ഓം സംഗച്ഛത്വം സംവദദ്വം സംഭോ മനാശിജനനാം ദേവാലയം യഥാ പൂർവേ സംജാനാനാമുപാസതേ സമാനോ മന്ത്രസ്സമിതി സമാനി സമാനം മനസഃ ചിത്തമേ. തുടർന്ന് നടന്ന പൊതുചടങ്ങിൽ GK പ്രസാദ് സ്വാഗതം പറഞ്ഞു. രാജഗോപാലൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ ക്ഷേത്രീയ സംഘചാലക് ഡോക്ടർ വന്യ രാജൻ മുഖ്യഭാഷണം നടത്തി. അതിനാലേ ഇപ്പോ ഹിന്ദു സമാജത്തിനുடைய ഹൃദയ പരിവർത്തനം ആகிக்கொண்டிருக்கக்கூடிய காலம். அது நம்ம கண்ணால கண்டுகொண்டிருக்கு കേരളത്തിൽ. பரமபூஜனி டாக்டர் ஜி அவரு அந்த 1940 சமயத்திலே அவர் പറഞ്ഞ விஷயம் இது സംഘ പ്രവർത്തനത്തിക്ക് അനുകൂലമായ കാലം. എപ്പോ പറഞ്ഞത്? അത് 86 വർഷத்துக்கு മുന്നേ സംഘ പ്രവർത്തനത്തിക്ക് മിക മിക അനുകൂലമായ ഒരു കാലം അവിടെ അവർ പറഞ്ഞത്. അഖില ഭാരതീയ സംരക്ഷക സീമ ജാഗരൺ മഞ്ജി എ ഗോപാലകൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി. ഉത്സാഹിച്ച് കൈകോർത്ത് പിടിച്ച് ഇന്നത്തെ പ്രവർത്തകരും ചേർന്ന് കാര്യാലയ നിർമ്മാണം നടത്തി. സംഘത്തിന് 100ാം വർഷമാണ്. പക്ഷെ ഓരോ പഴയ പ്രവർത്തന സ്ഥലത്തും ചെറുപ്പക്കാരായവര് നമ്മുടെ നാടിന്റെ പാരമ്പര്യവും മലയാള ഭാഷ പോലും അറിയാതെ ജീവിക്കുന്ന വളരെ പ്രതിസന്ധിയിലാണ് നമ്മൾ. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു നിമിഷമാണ്. അടുത്തിടെ 10-30 8ാം ക്ലാസ് മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുമ്പോൾ ഹിന്ദു ധർമ്മ പഠന ശിബിരമാണ് നമ്മൾ നടത്തുവാണ്. അപ്പം അതിൽ ധാർമ്മിക ഗ്രന്ഥങ്ങളെ പറ്റി സംസാരിക്കാൻ വന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തി. നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ, ധാർമ്മിക ഗ്രന്ഥങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യം ചോദിച്ചു, എന്താണ് ധാർമ്മിക ഗ്രന്ഥങ്ങൾ? ഏതെങ്കിലും ഒരു ധാർമ്മിക ഗ്രന്ഥത്തിന്റെ പേര് പറയും. അപ്പൊ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്താ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ? അത്ഭുതപ്പെടും. ഈ 30 കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് പോലും ഗ്രന്ഥം എന്ന വാക്ക് പരിചയം. പ്രമോദ് നാരായണൻ വ്യക്തിഗീതം നടത്തി. ജ്ഞാനവും ശക്തിയും ശീലവും നേടി പരം വൈഭവത്തിന്റെ ശിഖരം. വിഭാഗ് സംഘചാലക് AK ശ്രീധരൻ മാസ്റ്റർ, ജില്ലാ സംഘചാലക് ശിവരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KK സിനീഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.